എറണാകുളം സൗത്ത് വാഴക്കുളത്ത് കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ പര്യത്തുകാവിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ. സമരത്തിനിടെ 2 സ്ത്രീകൾ കുഴഞ്ഞു വീണു. ജുഡീഷ്യൽ കമ്മീഷനെ പ്രതിഷേധക്കാർ വഴിയിൽ തടയുകയും ചെയ്തു. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അമൽ, ഈ അഭിഭാഷക കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കും, പിന്നോട്ട് പോകാൻ കഴിയില്ല, ഇക്കാര്യത്തിൽ തീരുമാനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇനി കാലതാമസം വരുത്താൻ കഴിയില്ല എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ സങ്കീർണമാകുമോ? എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ജനപ്രതിനിധികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? വിജയകുമാർ, ഏറെക്കാലമായിട്ട് എറണാകുളം സൗത്ത് വാഴക്കുളത്തെ നീറുന്ന ഒരു പ്രശ്നമാണ് പരിയാത്തുകാവ് കോളനിയിലെ ആളുകളെ കുടിയൊഴിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്ന, ഈ സ്ഥലത്തിന് മേൽ ഉടമസ്ഥാവകാശം പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്ന ശങ്കരൻ നായരുടെ കുടുംബത്തിന്റെ അവകാശവാദവും അതിനെ തുടർന്ന് അതിനെ ചെറുത്തു നിൽക്കുവാനുള്ള ഇവിടുത്തെ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുടുംബങ്ങളുടെ ശ്രമവും എന്ന് പറയുന്നത് ഏറെക്കാലമായിട്ടുള്ള ഇവിടുത്തെ പ്രശ്നമാണ്. ഇപ്പോൾ അഭിഭാഷക കമ്മീഷൻ ഇവിടെ എത്തിയിരുന്നു. അഭിഭാഷക കമ്മീഷൻ കഴിഞ്ഞ 7 തവണയും ഇവിടെ എത്തിയിരുന്നു. 7 തവണയും ഇവിടെ സർവേ നടപടികൾ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അഭിഭാഷക കമ്മീഷൻ എത്തിയത്. അപ്പോഴെല്ലാം ഇവിടുത്തെ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് അതിനെ എതിർക്കുന്ന സമീപനമാണ് ഉണ്ടായത്. ഇപ്പോൾ പോലീസുമായിട്ട് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, അതായത് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുടുംബങ്ങൾ, 20ഓളം പേർ വരുന്ന ഈ കുടുംബങ്ങളെ, ഇവരുടെ കാലങ്ങളായിട്ടുള്ള ഏതാണ്ട് 60 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നവരാണിവർ, ഇവിടെ നിന്നും കുടിയിറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അഭിഭാഷക കമ്മീഷൻ വലിയൊരു പോലീസ് സന്നാഹത്തോടു കൂടി ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഇന്ന് തന്നെ ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് കമ്മീഷൻ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം എന്ന് പറയുന്നത് അഭിഭാഷക കമ്മീഷൻ നിയമവിരുദ്ധമായിട്ട് ഈ ഒരു പ്രതിഷേധത്തെ കാണുന്നു, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നു. അവിടുത്തെ ജനങ്ങളുടെ വൈകാരിക പ്രതികരണമാണ്. ഈ അഭിഭാഷക കമ്മീഷനെ ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ഒഴിപ്പിക്കൽ നടപടിക്കെതിരെ അതിനെതിരെ പ്രതിഷേധിച്ച 2 സ്ത്രീകൾ കുഴഞ്ഞു വീഴുകയും ചെയ്തു. അവരെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. എറണാകുളം സൗത്ത് വാഴക്കുളത്താണ് ഈ പ്രതിഷേധം. പര്യത്തുകാവ് എന്ന സ്ഥലത്താണ് ഈ ഒഴിപ്പിക്കൽ നടപടികൾ. അമൽ സുരേന്ദ്രൻ തുടരുന്നു. അമൽ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അവിടുത്തെ ആളുകളുടെ വലിയ പ്രതിഷേധം. ഇന്ന് തന്നെ എങ്ങനെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും, ഈ പ്രതിഷേധക്കാരെ എങ്ങനെ നീക്കും എന്നാണ് അഭിഭാഷക കമ്മീഷൻ പറയുന്നത്? ഇന്ന് തന്നെ എന്തായാലും ഈ പ്രതിഷേധക്കാരെ ഈ സംഭവ സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു സമരം നടക്കുന്ന ഇവരുടെ പരിയാത്ത് കോളനിയിൽ നിന്ന്, ഇവരുടെ വർഷങ്ങളായുള്ള താമസ സ്ഥലത്ത് നിന്ന് കുടിയിറക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അഭിഭാഷക കമ്മീഷൻ പറയുന്നത്. യാതൊരു തരത്തിലുള്ള സമവായത്തിനും തയ്യാറല്ല എന്നൊരു നിലപാടാണ് അഭിഭാഷക കമ്മീഷന്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ വർഷം ഇവിടെ സർവേ നടപടികളുമായി മുന്നോട്ട് പോകാൻ, ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുവാൻ, ഏതാണ്ട് 19 ഏക്കറോളം വരുന്ന ഈ ഒരു സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുവാൻ അഭിഭാഷക കമ്മീഷൻ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു. ആ കയ്യേറ്റ ശ്രമത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇവിടുത്തെ പ്രതിഷേധക്കാർ പറയുന്നത് ഇത് പെരിയാർ വാലി കനാൽ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പുറമ്പോക്ക് ഭൂമിയാണ്. ഈ പുറമ്പോക്ക് ഭൂമിയിലാണ് തങ്ങൾ താമസിക്കുന്നത്, അല്ലാതെ ആരുടെയും സ്വകാര്യ ഭൂമിയിൽ കയ്യേറി താമസിക്കുന്നവരല്ല ഞങ്ങൾ. അതിനാൽ തന്നെ സ്വകാര്യ വ്യക്തിയുടെ അവകാശവാദങ്ങളെല്ലാം തെറ്റാണ് എന്നാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും ഇവിടെ ഇപ്പോൾ 3-4 പേരാണ് ഇവിടെ അടക്കം ഇവിടെ ഇപ്പോൾ തളർന്നു വീഴുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. സ്ത്രീകളായിട്ടുള്ള വയസ്സായിട്ടുള്ള ആളുകൾ ഇവിടെ കനത്ത വെയിലിന്റെ ചുവട്ടിലും ഈ സമരത്തിന്റെ പങ്കാളികളായിക്കൊണ്ട് ഇവിടെ തളർന്നു വീഴുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും പോലീസ് ജാഗ്രതയോട് കൂടി തന്നെയാണ് ഈ ഒരു സമരത്തെ കണക്കാക്കുന്നത്. അവർ ശരി അമൽ, എന്തായാലും അക്കാര്യത്തിൽ അഭിഭാഷക കമ്മീഷൻ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ജനങ്ങൾ ഒരു കാരണവശാലും അവിടെ ഒന്നും ഒഴിഞ്ഞു പോകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ എങ്ങനെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്നറിയില്ല. വലിയ പ്രതിഷേധം ജനങ്ങൾ അവിടെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.